5 ഗണിത ചോദ്യങ്ങൾ ഉത്തരം കാണാനുള്ള സിമ്പിൾ മെത്തേഡ്സ് പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം, രണ്ട് സംഖ്യകളുടെ തുക 47, അവയുടെ വ്യത്യാസം 43. എന്നാൽ ഈ സംഖ്യകളുടെ ഗുണനഫലം എന്താണ്? അപ്പോൾ രണ്ട് സംഖ്യകളുടെ ഗുണനഫലമാണ് കാണേണ്ടത്. ആ രണ്ട് സംഖ്യകളുടെ പ്രത്യേകത എന്താണ്? തുക 47, വ്യത്യാസം 43. അപ്പം ഈ രണ്ട് പ്രത്യേകതയുള്ള സംഖ്യകൾ കണ്ടുപിടിക്കണം. എന്താ വഴി? 47 തുക അല്ലെ? 47 തുക കിട്ടണമെങ്കിൽ സംഖ്യകൾ ഏതൊക്കെ? പലതുമാകാം അല്ലെ? അതില് 46 + 1 47 പക്ഷെ വ്യത്യാസം എത്രയാ? 45. നമ്മൾ ഉദ്ദേശിച്ച സംഖ്യകളല്ല. പിന്നെ 46 പകരം 45 + 2 എടുക്കാം അല്ലെ? വ്യത്യാസം എത്രയാ? 43. അപ്പൊ തുക 47, വ്യത്യാസം 43. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച സംഖ്യ കിട്ടിയില്ലേ? ഏതൊക്കെയാ? 45ഉം 2ഉം. ചോദ്യം എന്താണ്? അവയുടെ ഗുണനഫലം. 45 ഗുണിക്കണം 2 എത്രയാണ്? 90. അടുത്ത ചോദ്യത്തിലേക്ക്. 1 - 1/2 ഇൻറ്റു 1 - 1/3 ഇൻറ്റു 1 - 1/4 ഇൻറ്റു 1 - 1/5 വിലയാണ് കാണേണ്ടത്. 1 - 1/2 ഇൻറ്റു 1 - 1/3 ഇൻറ്റു 1 - 1/4 ഇൻറ്റു 1 - 1/5. ഞാൻ എഴുതാൻ പോവുകയാണ്. 1 - 1/2 ഇൻറ്റു 1 - 1/3 ഇൻറ്റു 1 - 1/4 ഇൻറ്റു 1 - 1/5. ഇതെന്തോ ഭയങ്കര പ്രയാസമുള്ള ചോദ്യമൊക്കെ തോന്നുന്നുണ്ടാവും അല്ലേ? ഇതൊക്കെ 1 നിന്ന് 1/2 കുറക്കണം, 1/3 കുറക്കണം, 1/4 കുറക്കണം, 1/5 കുറക്കണം അല്ലേ? ഇതൊക്കെ ആലോചിച്ച് തലം ഉണ്ടാക്കണ്ട. നമുക്ക് സിമ്പിൾ ആയിട്ടൊന്ന് കുറക്കാം 1 നിന്ന്. എന്താ വഴിയെന്ന് അറിയോ? 1 നിന്ന് 1/2 കുറക്കാനുള്ള വഴി എന്താ? 2 നിന്ന് 1 കുറക്കുക. എത്രയാ? 1. 1/2. 1 - 1/2 എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു 1 നിന്ന് 1/3 കുറച്ചാലോ? 3 നിന്ന് 1 കുറച്ചാൽ എത്രയാ? 2 അല്ലേ? അപ്പോ അത് 2/3 ഇൻറ്റു 1 നിന്ന് 1/4 കുറച്ചാലോ? 4 നിന്ന് 1 കുറക്കുക. എത്രയാ? 3. 3/4 ഇൻറ്റു ഇതൊന്ന് പറയൂ. 4/5. അതായത് 5 നിന്ന് 1 കുറക്കുക. സിമ്പിൾ. ഇനി 1/2 ഇൻറ്റു 2/3 ഇൻറ്റു 3/4 ഇൻറ്റു 4/5 അല്ലേ? ഒറ്റ നോട്ടത്തിൽ തന്നെ ഇത് ചെയ്യാം. എന്താ? 2 പോയി 2 പോയി. അംശം 2 ഛേദം 2. അംശം 3 ഛേദം 3. അംശം 4 ഛേദം 4. പിന്നെ 1/5. ഇതാണ് 1/5 ആണ് കിട്ടിയ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം 3:2 ആണ്. ആൺകുട്ടികളുടെ എണ്ണം 24 ആയാൽ പെൺകുട്ടികളുടെ എണ്ണം എത്ര? ഒരു ക്ലാസ്സിൽ ആരൊക്കെയുള്ളത്? ആൺകുട്ടികളും പെൺകുട്ടികളും. ഇവർ തമ്മിലുള്ള അംശബന്ധം 3:2. ആൺകുട്ടികൾ എത്രയുണ്ട്? 24. ചോദ്യം എന്താ? പെൺകുട്ടികളുടെ എണ്ണം. അതെങ്ങനെ കാണും? ആൺകുട്ടികൾ ബോയ്സ് ഈസ് ടു ഗേൾസ്. ആൺകുട്ടികൾ പെൺകുട്ടികൾ സമം എത്രയാ? 3:2. അതില് ആൺകുട്ടികൾ എത്രയാണ്? 24. ഈ 3 എങ്ങനെയാണ് 24 ആകുന്നത്? ഗുണിക്കണം 8. 3 ഗുണിക്കണം 8 24. അപ്പോ ഇവിടെയും 2 ഗുണിക്കണം 8 പെൺകുട്ടികളുടെ എണ്ണമായി 16. ഇങ്ങനെ വളരെ സിമ്പിൾ വഴികളാണുള്ളത്. അടുത്ത ചോദ്യം. ഒരു വാച്ച് 10% നഷ്ടത്തിൽ 540 രൂപയ്ക്ക് വിറ്റു. എന്നാൽ വാങ്ങിയ വില എത്ര? ഒരു വാച്ച് എന്താ? 10% നഷ്ടത്തിന് വിറ്റു. വിറ്റ വില 540 രൂപ അല്ലെ? അതായത് വാങ്ങിയ വിലയെ ഗുണിക്കണം
10% നഷ്ടം എന്ന് പറഞ്ഞാല് ഇയാള് വിറ്റത് എത്ര ശതമാനത്തിനാണ്? 90%. 10% ലാഭത്തിനാണെങ്കിൽ ബുക്ക് ചെയ്യോ? ഇപ്പൊ 10 കൂടുകയില്ല, ലാഭം കൂടുതൽ ചെയ്യാം. 110%. കുറയുമ്പോൾ 90%, കൂടുമ്പോൾ 110%. മറന്നു പോയത്. ഓക്കെ, ഇപ്പൊ വാങ്ങിയ വിലയെ 90% കൊണ്ട് ഗുണിച്ചാൽ വിറ്റ വില എത്രയാണ്? 540. ചോദ്യം എന്താണ്? വാങ്ങിയ വില. വാങ്ങിയ വില കാണാനുള്ള വഴി എന്താണ്? 540 ഗുണിക്കണം 90% എന്ന് പറഞ്ഞാൽ എന്താ? 90/100 അല്ലേ? അത് സമത്തിന്റെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താകും? 100/90 എന്ന് ആകും. 540 90 കൊണ്ട് ഹരിച്ച് എത്ര വരും? 6. 6 ഗുണിക്കണം 100, 600. ഇതാണ് വാങ്ങിയ വില. അടുത്ത ചോദ്യം, 240ന്റെ 16/2/3 240ന്റെ 16/2/3 240 ഗുണിക്കണം 16/2/3. ആദ്യം ചെയ്യേണ്ട എന്താ? ഇതിനെ ഇത് ഒരു മിശ്ര ഭിന്നാണല്ലോ, അതിനൊരു ഒരു വിഷമ ഭിന്നമാക്കി മാറ്റണം അല്ലേ? വിഷമ ഭിന്നാക്കാൻ എന്താ വഴി? 16നെ 3 കൊണ്ട് ഗുണിക്കുന്നു, 2 കൂട്ടുന്നു. 16നെ 3 കൊണ്ട് ഗുണിച്ചാൽ 48. 48ന്റെ കൂടെ 2 കൂട്ടിയാൽ 50. 50/3 240 ഗുണിക്കണം 50/3 ശതമാനമാകുമ്പോൾ ഇൻറ്റു 100. ഇനിയിപ്പം ഈ 100-നകത്ത് 2 0 ഉണ്ട്. ആ 2 0 വെട്ടി 50ന്റെ 1 0 250. അപ്പൊ അംശത്തിൽ 2 0 വെട്ടി, ഛേദത്തില് 2 0 വെട്ടി. പിന്നെ 24നെ 3 കൊണ്ട് ഹരിച്ചാൽ 8 കിട്ടും. 8×5 40. 240ന്റെ 16/2/3 40. ഓക്കെ.